എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിൻറ്റു. ഞാൻ അപ്രൈറ്റ് മൈഗ്രേഷൻ ഷടലയിൽ നിന്ന് സംസാരിക്കുന്നു. ഇന്ന് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ന്യൂസിലാൻഡിലെ ക്യാപ്സ് കോഴ്സ് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയയിലോട്ട് വരാനായിട്ട് നിൽക്കുന്ന നേഴ്സസ്മാർക്ക് വേണ്ടിയാണ്. അപ്പം അവർക്ക് അവരുടെ വിസ അവിടെ തീരാൻ പോവുകയാണ്. പക്ഷേ ഇവിടുത്തെ എംപ്ലോയറിനെ കിട്ടുന്നില്ല. ട്രൈ ചെയ്യുന്നു, പല രീതിയിൽ ട്രൈ ചെയ്യുന്നു. ചിലർക്ക് കിട്ടുന്നുണ്ട്, ചിലർക്ക് കിട്ടുന്നില്ല. ചിലർ നാട്ടിൽ പോകുന്നു, നാട്ടിൽ പോയിട്ട് ട്രൈ ചെയ്യുന്നു. അപ്പം ഞാൻ എപ്പോഴും നമുക്കൊരു ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ. നമ്മളിപ്പോൾ ഒരു എംപ്ലോയറുടെ അടുത്ത് ഡയറക്റ്റായിട്ട് നമുക്കിപ്പോൾ ഒരു CV അല്ലെങ്കിൽ നമ്മളിവിടെ റെഡിലി അവൈലബിൾ ആണ് എങ്കിൽ ഓസ്ട്രേലിയയിലെ ഒരു അഡ്രസ്സിൽ നമ്മൾ CV അയക്കാൻ പറ്റുവാണ്. ഓസ്ട്രേലിയയിലെ ഒരു അഡ്രസ്സിൽ നിന്ന് നമ്മൾ CV അയക്കുക, കോൺടാക്ട് നമ്പർ ഇവിടുത്തെ വെക്കുക. അത് കഴിഞ്ഞിട്ട് അവരെ ഇപ്പം ഇന്റർവ്യൂവിന് ആണെങ്കിലും അവർ റെഡിലി മീറ്റ് ചെയ്യാനായിട്ട് റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒരു ചാൻസസ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് ഏതെങ്കിലും റെഫറൻസ് വഴി ഇവിടെ ആരെങ്കിലും നിങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ആരെങ്കിലും വഴി കാണാനോ ഒരു എംപ്ലോയറെ കാണാനോ ഒക്കെ പറ്റും ഇവിടെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ എത്താനായിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ന്യൂസിലാൻഡിലെ ടൂറിസ്റ്റ് വിസയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ടൂറിസ്റ്റ് വിസ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനകത്ത് ചെറിയൊരു റിസ്ക് ഫാക്ടർ ഉണ്ട്. പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യണം. അതിനകത്ത് നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഇവിടെ PRO സിറ്റിസണോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. അതായത് നിങ്ങളുടെ റിലേറ്റീവ്സ് PRO സിറ്റിസണോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, റിലേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കിള്, ആൻറ്റി, നീസ്, നെഫ്യൂ, ബ്രദർ, സിസ്റ്റർ, ഗ്രാൻഡ് പേരൻസ്, അങ്ങനെയുള്ള കസിന്, ഇത്രയും വരുന്നതാണ് റിലേറ്റീവ്സ് എന്ന് പറയുന്ന കാറ്റഗറി. അപ്പോൾ ഇവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൂറിസ്റ്റ് വിസയിൽ അപ്ലൈ ചെയ്യാം. അതല്ലാതെ നിങ്ങളിപ്പോൾ സൗദിയിൽ നിന്നും UAE നിന്നും ഒക്കെ നിർത്തി ന്യൂസിലാൻഡിലോട്ട് വന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് അത്യാവശ്യം കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ന്യൂസിലാൻഡിൽ നിന്ന് ആയാലും തിരിച്ചു പോവുകയാണല്ലോ. അപ്പം ഓസ്ട്രേലിയയും കൂടെ കണ്ടിട്ട് പോകുന്ന രീതിയിലുള്ളൊരു ടൂറിസ്റ്റ് വിസ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. അപ്പോൾ ടൂറിസ്റ്റ് വിസ വന്നു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എംപ്ലോയറിനെ കാണാം, ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. അവർക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ 482 നമുക്ക് ഇവിടുന്ന് തിരിച്ച് നാട്ടിൽ പോകാതെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും 482. അതല്ല പിന്നെ സമയം എടുക്കുകയെന്നുണ്ടെങ്കിൽ തിരിച്ച് നാട്ടിൽ പോകാം. അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ചില ടൂറിസ്റ്റ് വിസയിൽ ചില കണ്ടീഷൻസ് വരും. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ നാട്ടിൽ പോകേണ്ടി വരും. പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് സെക്യൂർ ചെയ്തിട്ട് നാട്ടിൽ പോകാം. എന്നിട്ട് ബാക്കി 482 എന്താണ് വിസ 186 എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയൊരു റിസ്ക് ഫാക്ടർ ഉള്ളത്, ഈ ടൂറിസ്റ്റ് വിസ നമുക്ക് റിഫ്യൂസൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇമിഗ്രേഷൻ ഹിസ്റ്ററിയെ ചെറുതായിട്ട് ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. പ്രൊഫഷണലായിട്ടുള്ള മൈഗ്രേഷൻ ഏജന്റിനെ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമുള്ളൂ നിങ്ങൾക്ക് ഈ ടൂറിസ്റ്റ് വിസ. കാരണം നിങ്ങളെല്ലാവരും തന്നെ യങ് ആപ്ലിക്കൻസ് ആണ്. യങ് ആപ്ലിക്കൻസ് ആകുമ്പോൾ നിങ്ങളുടെ ടൂറിസ്റ്റ് വിസ കൺസിഡർ ചെയ്യുന്ന ഒന്നുകൂടെ നല്ലതായിട്ട് സ്ക്രൂട്ടനി ചെയ്തിട്ടേ ഡിപ്പാർട്ട്മെന്റ് ഗ്രാന്റ് തരുള്ളൂ. നമ്മൾ സാധാരണ പേരൻസിനൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ അത്ര ഈസിയുള്ള കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. ഇതൊരു നല്ല ഐഡിയ ആണ്. അപ്പം നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.